ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ്. ആ സ്വാധീനം തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ എന്റെ അഭിനയത്തെയും എന്റെ സിനിമാ നിരീക്ഷണത്തെയും ജീവിത നിരീക്ഷണത്തെയൊക്കെ സ്വാധീനിച്ചേക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇതൊരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് എന്ന് ഞാൻ കരുതുന്നു. ഓഫ് കോഴ്സ് നജീബ് എന്ന മനുഷ്യൻ ജീവിച്ച ജീവിതവുമായിട്ടൊന്നും യാതൊരു കമ്പാരിസണും ഇല്ല. അദ്ദേഹം അനുഭവിച്ച യാതനകളുമായിട്ടൊന്നും യാതൊരു കമ്പാരിസണും ഇല്ല. പക്ഷെ നമ്മുടേതായ ഒരു രീതിയിൽ വി ഹാഡ് എ ലോങ് ഫേസ്, ഒരു വലിയ യാത്രയായിരുന്നു. അങ്ങനെ ഒരു യാത്രയൊന്നും എല്ലാ സിനിമകൾക്കും കിട്ടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു, കിട്ടല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്കുണ്ടായി. അത് ഫോർ എവർ ഇൻ മൈ ലൈഫ്. ഐ തിങ്ക് ഐ വിൽ ബി താങ്ക്ഫുൾ ഫോർ ഇറ്റ്. ഇപ്പോ അതെന്തായാലും ആസ് ഐ വാസ് ബീങ് പാർട്ട് ഓഫ് ദി എക്സ്പീരിയൻസ്, ഒരുപാട് ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഞാൻ ഇതെന്തുകൊണ്ട് എന്തിനിങ്ങനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വി ആർ ഓൾ വെരി താങ്ക്ഫുൾ ഫോർ ദി എക്സ്പീരിയൻസ് ആൻഡ് വി ആർ ഓൾ റിച്ചർ ആസ് ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യരെന്ന നിലയിൽ കുറെ കൂടെ ഇവോൾവ് ആയി. അപ്പൊ തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ എന്നും എന്റെ ഒരു ബാങ്ക് ഓഫ് സംതിങ് ദാറ്റ് ഐ ഡ്രോ ഫ്രം ഓൾവേസ്, അത് ആടുജീവിതം എന്ന സിനിമയുടെ മേക്കിങ്ങും നജീബായി ഞാൻ ജീവിച്ച കുറച്ച് നാളുകളുമായിരിക്കും. ഒരു വലിയ ഇൻഫ്ലുവൻസ് ആയിരിക്കും തീർച്ചയായിട്ടും. പൃഥ്വി ഇന്നലെ പറയുണ്ടായി പൃഥ്വിരാജ് എന്നൊരു ഡയറക്ടർ അദ്ദേഹത്തിന്റെ 3ാമത്തെ ചിത്രം ആണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബ്ലസ്സി ഞാനൊരു 300 സിനിമകൾ ചെയ്തു കഴിഞ്ഞാലും ബ്ലസ്സി എന്ന ഒരു ഡയറക്ടർ ചെയ്ത ആടുജീവിതത്തിന് തുല്യമാകില്ല എന്ന് പറയുണ്ടായി. ഏത് പെർസ്പെക്റ്റീവിലാണ് അത്തരത്തിലൊരു തോട്ടം? മൂന്നാമത്തെ സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു സംവിധായകൻ കൂടിയാണെന്നൊക്കെ പറയാനായിരുന്നു തോന്നുന്നു. അപ്പൊ ആസ് എ ഡയറക്ടർ എനിക്ക് അളവില്ലാത്ത അസൂയുണ്ട് ബ്ലസ്സിനോട്. പക്ഷെ അസൂയോടൊപ്പം തന്നെ ഇതൊരിക്കലും എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള പൂർണ്ണ അറിവും എനിക്കുണ്ട്. ഞാൻ പറഞ്ഞ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ നേരിടേണ്ടി വന്ന തടസ്സങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും ഇങ്ങനൊരു വിഷൻ പുൾ ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല. ആൻഡ് അതിനോട് ആഡ് ചെയ്യേണ്ട ഫാക്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 2008-2009 കാലഘട്ടങ്ങളിൽ ഈ സിനിമ ഏറ്റെടുക്കുമ്പോൾ അന്ന് മലയാളത്തിലെ എനിക്ക് തോന്നുന്നു നമ്പർ 1 ഫിലിം മേക്കേഴ്സ് ഒരാളാണ്. അന്ന് തീർച്ചയായിട്ടും മമ്മൂക്ക, ലാലേട്ടൻ മുതൽ ഞാൻ വരെയുള്ള ഏത് നടീനടന്മാരോട് പോയിട്ട് എനിക്ക് ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാലും മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ബ്ലസ്സിന്റെ സിനിമ ചെയ്യാൻ സമയം കണ്ടെത്തുന്ന ഒരു സംവിധായകനാണ്. അവിടെ നിന്നാണ് അദ്ദേഹം 15-16 വർഷങ്ങൾ ഒരൊറ്റ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയും ഒരു എപ്പിക് വിഷൻ പുൾ ഓഫ് ചെയ്യാൻ അദ്ദേഹം ബ്ലസ്സിനെ ഞാൻ കളിയാക്കി പറയും, കുടുംബത്തിൽ നല്ല കാശുണ്ട്, അതുകൊണ്ട് ബ്ലസ്സിന്റെ ടെൻഷൻ ഇല്ല എന്നൊക്കെ. അത് ഞാൻ കളിയാക്കി സംസാരിക്കുമെങ്കിലും ദ ഫാക്ടേഴ്സ് അതല്ലല്ലോ. ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സിനിമകൾ ചെയ്യുക, നമ്മുടെ കൂടുതൽ കഥകൾ പറയാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ആത്യന്തികമായിട്ട് നമ്മുടെ ഏറ്റവും വലിയ ത്വര. അതൊരു 16 വർഷക്കാലം മാറ്റിവെച്ച് ഒരു സിനിമയുടെ പുറകെ നിൽക്കുക, ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ദിവസം പോലും ഒരു കോംപ്രമൈസിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇനി വേണ്ട, ഇനി എളുപ്പ വഴിയിൽ തീർക്കാം എന്ന് ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി എത്ര സിനിമകൾ ചെയ്താലും ആടുജീവിതം എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്ക് ഇനി മുതലുള്ള എല്ലാ സംവിധായകർക്കും നടീനടൻ ഞാൻ പറയുന്നത് ഒരു ആസ്പിറേഷണൽ ആയിട്ടല്ല, ഒരു സംവിധായകൻ ഒരു സിനിമയ്ക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ വാട്ട് എ ഫിൽം മേക്കർ ക്യാൻ ഡു ഫോർ ഹിസ് ഓൺ വിഷൻ എന്നതിന്റെ ഒരു അൾട്ടിമേറ്റ് ബെഞ്ച് മാർക്ക് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇതിനപ്പുറത്തേക്കൊന്നും ഒരു ഫിൽം മേക്കറിന് തന്റെ ഒരു സിനിമയോട് ഒരു അർപ്പണബോധം ഒന്നും കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റഹ്മാൻ സർ, ഇപ്പം വെള്ളം തന്നെ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് ആയ ഒരു ഡിസിഷൻ എന്ന അർത്ഥത്തില് ആടുജീവിതം ചെയ്യാന്നൊരു ഡിസിഷൻ എടുത്തത് എങ്ങനെയാണ്? So when he first approached me, I think he told about the book and how famous the book is, and I was just all the people whom I met, as they've told about Mr. Blessing and his movies and the respect he had in Kerala. So I've not seen any of his movies as it is. ഒരു കഥയാണ്, അത്തരമൊരു കഥ പുസ്തകങ്ങൾ ഒത്തിരി വായിച്ചു, എല്ലാവരും വായിച്ചു. അതൊരു സിനിമയാക്കുമ്പോൾ വലിയൊരു ചലഞ്ചായിരുന്നു. തീർച്ചയായിട്ടും കേരളത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട ഒരു കഥ, നോവൽ, അത് ഞാൻ സിനിമയായി കാണുന്നത് പോലെ തന്നെ ഇത് വായിച്ചിട്ടുള്ളവരൊക്കെ അവരുടെ മനസ്സിൽ ഒരു വിഷൻ കോറിയിട്ടിരിക്കുന്നു എന്നുള്ള വെല്ലുവിളിയാണ് ആദ്യം ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഇതിനെ സമീപിക്കുന്നുണ്ടാകുന്നത്.
എനിക്ക് തോന്നുന്നു അതൊരു വലിയൊരു ചാപ്റ്ററാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. എങ്ങനെയാണ് ഒരു നോവൽ തിരക്കഥയാകുന്നു എന്നുള്ളത് തന്നെ. കാരണം എൻ്റെ 43 അധ്യായങ്ങളിലായിട്ട് ഒരു 3.5 വർഷക്കാലത്തെ ജീവിതം പറഞ്ഞ് ഓരോ 43 അധ്യായങ്ങളിലായി പറഞ്ഞ ഒരു നോവൽ ഒരു സിനിമയാണെങ്കിൽ ഒരു 9-10 മണിക്കൂറുകൾ വേണ്ടി വരുന്നതാണ്. ഞങ്ങൾ ഷൂട്ട് ചെയ്ത ഫസ്റ്റ് എഡിറ്റ് തന്നെ 3.5 മണിക്കൂർ ആണ് ഉള്ളത്. അപ്പൊ അതിൽ നിന്നാണ് ഒരു 3.5 മണിക്കൂർ തിയേറ്ററിൽ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അതിനെ മറ്റ് ലെങ്തും ഒക്കെ കുറയ്ക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം അതെ, അത് പിന്നീട് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം അത്രയധികം അതിനുവേണ്ടി പ്രത്യേകിച്ച് രാജുവിനോടുള്ള ഒരു ക്രൂരതകളാണല്ലോ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു ഭയങ്കരമായ ഒരു രക്ഷപ്പെടലിന്റെ ഓട്ടത്തില് ഓടുന്ന വയ്യാത്ത കാലും വെച്ച് ഓടുമ്പോൾ മണൽക്കാട് മരുഭൂമി മണൽക്കാട് എന്ന് പറയാനാണ് പലപ്പോഴും. ഈ മണൽക്കാട്ടില് പെട്ടെന്ന് നോക്കുമ്പോൾ രാജു തട്ടി മറിഞ്ഞ് വീഴുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അത് ചിലപ്പോൾ ഒരു അഭിനയത്തിന്റെ ഭാഗമാണോ എന്ന് വിചാരിച്ചു. എഴുന്നേറ്റ് ഇന്ന് ചീത്ത വിളിക്കുന്ന കണ്ടപ്പോഴാണ് മനസ്സിലായത് അഭിനയമല്ല. ഇതിന്റെ ഇടയിൽ ഒരു വലിയ കല്ല് കിടന്ന് അതിൽ തട്ടി വീഴുക. ആരെങ്കിലും വിചാരിക്കുമോ ഈ മരുഭൂമിയിൽ ഒരു പാറക്കല്ലുണ്ടാവുന്നു? അത് ഏതോ ഒരു മാർക്ക് ചെയ്യാനോ ഒരു ലോറി മാർക്ക് ചെയ്യാൻ ഏതോ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഇട്ടതാണ്. പക്ഷെ ഇതൊന്നും എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല. അത് മറ്റൊരു മീഡിയ കൂടെ ആയിരിക്കാണ്. അപ്പം ഏറ്റവും ആദ്യത്തെ ചലഞ്ച് ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ പുസ്തകം വായിച്ചിട്ട് അങ്ങനെ കാണാനിരിക്കുന്ന ഒരു പ്രേക്ഷകനാണ്. ആ പ്രേക്ഷകന്റെ ചലഞ്ചിനാണ് എൻ്റെ ആദ്യത്തെ വെല്ലുവിളിയായിട്ട് ഞാൻ ഏറ്റെടുക്കേണ്ടത്. കാരണം നിങ്ങൾ കാണാത്ത എന്നാൽ അതിനോടൊപ്പം നിൽക്കുന്ന തരത്തിലുള്ള വിഷ്വലുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വെല്ലുവിളി. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വെല്ലുവിളി. അതുകൊണ്ട് തന്നെ ഒരു ജീവിതം പുസ്തകമായപ്പോൾ ഒരുപാട് ബെന്യാമിൻ അതിൻ്റെ അകത്ത് മാറ്റങ്ങളിലൂടെ കൊണ്ടുവന്നു. ഒരുപാട് ബെന്യാമിനായിട്ട് എഴുതി ചേർത്തു. അത് ഒരു സാഹിത്യത്തിൽ നിന്ന് സിനിമയിലേക്ക് മാറുമ്പോൾ എനിക്ക് പല രംഗങ്ങളും കാണിക്കാൻ എൻ്റെ ആവശ്യം ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒരു പാരഗ്രാഫിൽ സൈനുവിനെ കുറിച്ച് പറഞ്ഞത് ചിലപ്പോൾ 4-5 സീനുകളിലായിട്ട് എനിക്ക് പറയാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ കൂടുതലായിട്ട് അവരുടെ റിലേഷനെ കുറിച്ച്. അപ്പം അദ്ദേഹം പറയാതെ പോയിരിക്കുന്ന കാര്യങ്ങളെ കൂടുതൽ പറയാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹം കാണാതെ പോയിട്ടുള്ള മരുഭൂമിയുടെ ജീവിതം കൂടുതൽ കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പം അത്തരത്തിലുള്ള എനിക്ക് മാത്രമേ അതൊരു എക്സ്പീരിയൻസ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റേഷനാണ്, പുസ്തകത്തിന്റെ ഒരു ഡോക്യുമെന്റേഷൻ അല്ല ആടുജീവിതം എന്ന് പറയുന്നത്. ആടുജീവിതത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്. എന്നാൽ പൂർണ്ണമായും ആ കഥയെ ബേസ് ചെയ്തിട്ട് തന്നെയുള്ളതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം. പിന്നീട് വലിയ ഡിസ്കഷനിലേക്ക് വരാവുന്ന ഒരു ഇതായിട്ട് ഞാൻ കരുതുന്നു. അങ്ങനെ ചിന്തിച്ചൊരു നിമിഷങ്ങളുണ്ടാവുമല്ലോ, ഇത് തീർന്നു കിട്ടിയാൽ എന്നുള്ള ചിന്ത. ഇന്നലെ പറഞ്ഞ മറ്റൊരു പോലെ എൻ്റെ വൈഫും കളിയാക്കിയാണെങ്കിൽ എൻ്റെ വൈഫും മോളും വരെ പ്രസിദ്ധാനെ കുറിച്ച് പറഞ്ഞാൽ അങ്ങനെ ഒരു ചിന്താഗതി ഏതെങ്കിലും മുഹൂർത്തത്തിൽ ഉണ്ടായിരുന്നു? എന്നും ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ആഗ്രഹിച്ചിരുന്ന ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ എങ്ങനെ ഷൂട്ട് ചെയ്ത് തീർക്കണമെന്ന് ബ്ലസ്സറിന് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ ആക്ച്വലി വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു പ്ലാൻ ആയിരുന്നു. ഓഫ്കോഴ്സ് ഇടയിലുള്ളൊരു അന്ന് 8 മാസമായിരുന്നു. 8 മാസത്തെ ഗ്യാപ്പ് ഇടയിലുണ്ടായിരുന്നു എനിക്ക് തടി കുറയ്ക്കാൻ വേണ്ടി. ആ 8 മാസത്തെ ഗ്യാപ്പ് അല്ലാതെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് എല്ലാം വളരെ പെർഫെക്റ്റ്ലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ പ്ലാനിങ് ഒക്കെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് അറിയാമല്ലോ, ഈ പാൻഡമിക് വന്നിട്ട് ഭയങ്കരമായ നമ്മുടെ പ്ലാനുകൾ മാറി. ആ സമയത്ത് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു, ഈശ്വര ഓരോ പ്രാവശ്യം ഷൂട്ട് തുടങ്ങുമ്പോഴും ഇനിയൊരു തടസ്സം ഉണ്ടാകില്ല, ഇതിങ്ങനെ തീർന്നു കിട്ടണേ എന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഐ എം വെരി പ്രൗഡ് ഓഫ് ദ ഫാക്ട്, ഭയങ്കര അഭിമാനമുള്ള കാര്യം, നമ്മൾ അത്ര ഡെസ്പറേറ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും തീരണേ എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഒരു ഷോട്ട് എടുത്ത ദിവസങ്ങളുണ്ട്. ഒരൊറ്റ ഷോട്ട്
ഒറ്റ ഷോട്ട് എടുത്ത ദിവസങ്ങളുണ്ട്. അത് സുനില് ബസ് ചേട്ടനും സുനിലും പോയി ക്യാമറ സെറ്റ് ചെയ്ത് മരുഭൂമിയിൽ ഒരു പെർട്ടിക്കുലർ ലൈറ്റ് കണ്ടീഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാൻ മാർക്കിട്ട പൊസിഷനിൽ ചെന്നിരുന്ന് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്ത് ഒരു ഷോട്ട് എടുത്തിട്ട് ഇനി ലൈറ്റ് പോയി പാക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ ദിവസങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങനെ ഒരു സിനിമയെന്ന ഒരു സംവിധായകന് പിന്നെ ഒരു ചെറിയ ഞാൻ ഇന്നലെ ഞാൻ വരുന്ന വഴിക്ക് സംസാരിച്ച കാര്യം, ഇപ്പൊ ഈ ട്രെയിലർ കണ്ടപ്പോ എല്ലാവരും വളരെ എടുത്തു പറയുന്ന ഒരു ഷോട്ട് ഉണ്ടല്ലോ, ഒരു ഒട്ടകത്തിന്റെ കണ്ണിൽ എന്റെ റിഫ്ലക്ഷൻ ഒരു മാക്രോ ലെൻസിട്ട് ഷൂട്ട് ചെയ്ത ഒരു ഷോട്ട്. സുനിലുണ്ടോ ഇവിടെ ക്യാമറമാൻ? ഇല്ല, ഓക്കെ. അത് ഒരു സീനിൽ അപ്പൊ പുസ്തകം അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് സീനൊക്കെ അപ്പൊ ഞാൻ ഈ മൃഗങ്ങളോട് യാത്ര പറയുന്ന ഒരു സീനുണ്ട്. അപ്പൊ ആ സീൻ ഷൂട്ട് ചെയ്തപ്പോ ഞാൻ ഒട്ടകങ്ങൾക്ക് ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട്, അപ്പൊ ആ സമയത്ത് ഒട്ടകങ്ങളൊക്കെ നമ്മള് ഹലോ എന്നുള്ള അത്രയും നാളായല്ലോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഒട്ടകമുണ്ട്, കാണാൻ ഭംഗിയുള്ള ഒരു കക്ഷി. അപ്പൊ പുള്ളിക്കാരനെയാണ് നമ്മൾ ഈ ഷോട്ടിന് വിളിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോ അങ്ങനെ ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാണ് എന്ന് പറയാണ്. ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാടാ, ഇനി ഞാൻ വരില്ല, തിരിച്ചു വരില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ ഷോട്ട് എടുക്കുകയാണ് ഒട്ടകത്തിന്റെ സജഷൻ. ഒട്ടകം കഴിച്ചുകൊണ്ടിരുന്ന ഒട്ടകം പെട്ടെന്ന് എണീറ്റ് എന്നെ നോക്കി. അപ്പൊ നമ്മൾ അതൊരു ഷോട്ട്. ഉടനെ ഇദ്ദേഹമാണല്ലോ, അത് കൊള്ളാം, ഇനി ഒട്ടകത്തിന്റെ റിയാക്ഷൻ എടുക്കാന്ന് പറഞ്ഞു. ഞാൻ തമാശ പറയല്ല, ശരിക്കും ഒട്ടകത്തിന്റെ റിയാക്ഷൻ ഇത് എവിടെ ഇപ്പുറത്തെ ക്യാമറയിൽ വെച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ദിവസം വൈകുന്നേരം ഒരു 4-4:30 മണിക്കാണ് എന്റെ ഷോട്ട് എടുത്തത്. അപ്പൊ അതേ സമയത്ത് വേണമല്ലോ ഒട്ടകത്തിന്റെയും ഷോട്ട് എടുക്കാനല്ലേ, ലൈറ്റ് വേറെ ആയിരിക്കും എന്ന് പറഞ്ഞ് എത്രയോ ദിവസങ്ങൾ നമ്മളൊരു 3:30 മണിയാകുമ്പോൾ ഷൂട്ട് നിർത്തിയിട്ട് ക്യാമറയായിട്ട് പോയിട്ട് ഒട്ടകത്തിന്റെ ഷോട്ട് എടുക്കാൻ നിൽക്കും. എനിക്ക് തോന്നുന്നൊരു 7-8 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങളിപ്പോ കാണുന്ന കണ്ണിലെ റിഫ്ലക്ഷൻ ഷോട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ സിനിമ ചിത്രീകരിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ഭാഗ്യവും അഭിമാനവും ഉള്ള കാര്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും അത് ഒരു ദിവസമല്ല, ഒരുപാട് ദിവസങ്ങൾ പ്ലസ് ചേട്ടനും ഞാനും വൈകുന്നേരങ്ങളിൽ മരുഭൂമിയിലിരുന്ന് രാജു ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ബെന്യാമിൻ തന്നെ ആടുജീവിതത്തിന്റെ അവസാനത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വരികളിലൊന്ന് ഈ മരുഭൂമിയുടെ ചൂടിനെയും കാറ്റിനെയും ഒക്കെ അതിജീവിച്ച് ഒരു ചെറിയ ചെടി വളർന്നു വരുന്നുണ്ടല്ലോ എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭാഗം. അപ്പോൾ ആടുജീവിതം എന്ന് പറയുന്നത് ബ്ലസ്സിന്റെ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 16 വർഷങ്ങൾ കൂടി കടന്നുപോയ സമയമാണ്. അതിൽ ഏറ്റവും പ്രിയപ്പെട്ട സമയം ഏതായിരുന്നു? പൃഥ്വി ഈ നജീബൊക്കെ പ്രതീക്ഷിച്ചിരുന്ന പോലെ ഒരു ചെറിയ ചെടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. അതുപോലെ പൃഥ്വിയുടെ പ്രതീക്ഷ എന്തായിരുന്നു? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ പുസ്തകം അങ്ങനെ പകർത്തിയ ഒരാളല്ല ഞാൻ. എനിക്ക് ഈ സിനിമയിൽ, നിങ്ങൾ സിനിമ കാണുമ്പോൾ മാത്രം അറിയാവുന്നതുകൊണ്ട് അത് ഡീറ്റെയിൽ പറയുന്നത്. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയ അത് ആ പുസ്തകത്തിൽ ഇല്ലാത്തൊരു സീനുണ്ട്. അതാണ് കാരണം ഞാൻ എന്നും വിചാരിച്ചിട്ടുണ്ട്, ഭൂമിയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളും മൃഗങ്ങളും ഒക്കെ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ഈക്വലായിട്ട് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് ഒരുപാട് മുമ്പേ തോന്നി. അപ്പൊ അത്തരത്തിൽ മൃഗങ്ങൾ നമ്മളോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വലിയ ഒരു ഉദാഹരണമായിട്ട് ഒരു കുഞ്ഞ് ആട്ടുകുട്ടി അദ്ദേഹവുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് അതിനുവേണ്ടി ഞങ്ങൾ കഷ്ടപ്പാടുകൾ വളരെയാണ്. ശരിക്കും ഞാൻ റസൂലിന്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ മിക്സ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞ് ആട് മരിച്ചുപോയി. എനിക്ക് ഇത്രയധികം വേദനയോടുകൂടി എനിക്ക് എന്നുവെച്ചാൽ ആട്ടുകുട്ടി അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിന്റെ ഫോട്ടോ ഇട്ടല്ലേ. കാരണം യൂണിറ്റ് മുഴുവൻ സ്നേഹിച്ച് അതിന് ബിസ്ക്കറ്റ് കൊടുത്ത് ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞിട്ട് അതിന് വയറിളക്കം പിടിച്ച് നെക്സ്റ്റ് ഡേ അതിനെ കണ്ടില്ല, മരിച്ചുപോയി എന്ന് പറഞ്ഞു. എനിക്ക് എത്ര ഇമോഷണൽ ആ കാര്യം. നിങ്ങൾ ആ സിനിമ കാണുന്ന സിനിമയിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. ആ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞ് കുട്ടി മരിച്ചു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനത്തെ ഇമോഷണലി നമുക്ക് എല്ലാത്തിനോടും, ബെന്യാമിനെ ചെടിയാണെങ്കിൽ എനിക്ക് ഈ ആട്ടുകുഞ്ഞിനോടാണ് എൻ്റെ ഏറ്റവും വലിയ സ്നേഹം, ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പം ഓരോരുത്തരെയും അങ്ങനെ ടച്ച് ചെയ്തിട്ടുള്ള പല പല കാര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ് ഞാൻ എഴുതിയതിലും, കാരണം ഞാനത് റസൂലുമായിട്ടും അത് സംസാരിച്ചിട്ടുണ്ട് അല്ലേ, കൺസോളിഡേറ്റ്. എനിക്ക് അങ്ങനെ എഴുതാൻ കഴിഞ്ഞല്ലോ, ഒരു ആടിന്റെ മനസ്സിലേക്ക് ചിന്തിക്കാൻ കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ ഒരു മൃഗങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതാണ് എനിക്ക് ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞേ, ഞാൻ ഇത്രയും കാലം ചെയ്ത സിനിമകൾ, അപ്പം എൻ്റെ ചില സ്വാതന്ത്ര്യങ്ങളിലേക്കൂടെ സിനിമയെ എനിക്ക് വിട്ടുതരണമെന്നുള്ളൊരു അഭ്യർത്ഥനയോടെയാണുള്ളത്.
ഈ ഇപ്പൊ നിലവില് 16 വർഷത്തെ ഒരു ട്രാവൽ പറഞ്ഞല്ലോ. അപ്പൊ ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഈ 16 വർഷത്തിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ടെക്നോളജി എന്ന് പറയുന്ന സംഗതി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇവിടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്യാമറാസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ എങ്ങനെയാണ് ഇതിനെ മീറ്റ് ചെയ്തത്? നമുക്കത് ഫേസ് ചെയ്യുന്നുണ്ട്. LF ക്യാമറ വരുന്നതിന് മിനി LF വരുന്നതിന് മുമ്പാണ് നമ്മൾ ഫസ്റ്റ് ഷെഡ്യൂൾ ചെയ്തത് ആക്ച്വലി. പക്ഷെങ്കിൽ പിന്നീട് നമ്മൾ ഇതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴത്തേക്ക് മിനി LF-ലാണ് നമ്മൾ വൈഡ് സ്ക്രീനിലാണ്, അതാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഫസ്റ്റ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഫുൾ ഫോമാറ്റ് ലെൻസസ് ഇല്ല. അപ്പൊ അന്ന് ഐമാക്സ് മാസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. കാരണം ഐമാക്സ് ക്യാമറയിൽ തന്നെ ഷൂട്ട് ചെയ്യണം. അപ്പൊ അതിവിടെ ടെക്നോളജിക്കലി ചാലഞ്ചിങ് ആണ്. ഇന്നിപ്പോ നമുക്ക് ആക്ച്വലി സാധാരണ ക്യാമറയിൽ ഫുൾ ഫോമാറ്റ് ലെൻസസ് ഫുൾ ഗേറ്റ് എക്സ്പോസ് ചെയ്തിട്ട് ഐമാക്സിൽ മാസ്റ്റർ ചെയ്യാൻ പറ്റും. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ടെക്നോളജി ഇല്ല. ചോദ്യം പ്രസക്തമാണ് ആക്ച്വലി. നമ്മള് ബോഡി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ എന്തിന്റെ പേരിലാണെങ്കിലും കുറച്ചൊരു റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇത്രയും കാലം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തുക എന്നുള്ളത് വലിയ കാര്യമാണ്. അതിനെ ആദ്യമേ അപ്രിസിയേഷൻ ചെയ്യുന്നു. നിലവിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നീട് അത് കുറച്ച് ലൈഫിനെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കുമെന്ന് നമ്മൾ സിനിമയിലൂടെയാണ് ഇപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പൊ പിന്നീടുള്ള ലൈഫിനെ അത് എന്തെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ട്? ഈ ട്രാൻസ്ഫോർമേഷൻ എന്തെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? ഇപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇനിയിപ്പോ കുറച്ചുകൂടെ കഴിയുമ്പോഴായിരിക്കും ഇതിന്റെയൊക്കെ ഒരു ഇഫക്റ്റ് ഉണ്ടാകാതിരിക്കട്ടെ അത് പ്രാർത്ഥിക്കുന്നു. പക്ഷെ അത് ഈ പറഞ്ഞ ശരിയാണ്. അങ്ങനെ ഒരു നമ്മൾ എത്ര തന്നെ കെയർഫുൾ ആയിട്ട്, ഇപ്പൊ ഞാനൊക്കെ ഇത് ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് ഒരു ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഓൺ സെറ്റ് ഡോക്ടേഴ്സ് ഉണ്ട്, എനിക്ക് അജിത് എന്ന് പറഞ്ഞൊരു ട്രെയിനർ ഉണ്ട്. അവരെല്ലാവരും അവരവരുടെ മേഖലകളിലുള്ള എക്സ്പേർട്സിന്റെ സൂപ്പർവിഷനിലാണ് ഞാനത് ചെയ്യുന്നത്. എന്നാലും സേഫസ്റ്റ് പോസിബിൾ വേയിൽ ചെയ്യാന്നുള്ളേ ഉള്ളൂ. അല്ല ഒരു മനുഷ്യന്റെ 1/3 ഓഫ് ദ ബോഡി വെയിറ്റ് കളയുക എന്ന് പറയുന്നത് ഇറ്റ്സ് നെവർ അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ലല്ലോ. പക്ഷെ എനിക്ക് ഈ സിനിമ 2008-2009 കാലഘട്ടങ്ങളിൽ ഈ സിനിമ ചെയ്യുന്നു എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ കാര്യമാണ്. ഈ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് ഞാൻ തയ്യാറായതുകൊണ്ടാണല്ലോ അന്ന് ആ സിനിമയ്ക്ക് ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയോടും നജീബ് എന്ന വ്യക്തിയുടെ ജീവിതത്തിനോടും ചെയ്യേണ്ട ഏറ്റവും വലിയ ജസ്റ്റിസ് എന്ന് പറയുന്നത് അത് വേണ്ട, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ സോറി, ഇത് മറ്റൊരു നടനെ ഏൽപ്പിക്കുക. കാരണം ഓഫ്കോഴ്സ് ഒരുപാട് നടന്മാർ ഇതിനു വേണ്ടി തയ്യാറായിട്ടുണ്ടാവും. അത് ആ വേഷം എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്റെ ഭാഗ്യം. ഐ ട്രൈഡ് മൈ ബെസ്റ്റ്. എനിക്ക് ഒരു കാര്യം എനിക്ക് തോന്നുന്നു വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നത്, ഞാനൊരു 10% പോലും കുറച്ചുകൂടെ ട്രൈ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് ആടുജീവിതത്തിലില്ല. കേട്ടോ, അത് എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ആണത്. ഇത് ആക്ച്വലി ഞാൻ സംസാരിക്കണമെന്ന് കരുതിയിരുന്ന ഒരു ഇതാണ്. ബ്ലസ് ചേട്ടൻ ആടുജീവിതത്തിന്റെ പുസ്തകം എനിക്ക് തരുന്നത് 3rd എഡിഷനാണ്, 3rd or 4th എഡിഷൻ ആണെന്ന് തോന്നുന്നു എനിക്ക്. അപ്പൊ അന്ന് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് ആദ്യം സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം വിചാരിക്കുക എന്നാ പിന്നെ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ബ്ലസ് ചേട്ടൻ ഓൾറെഡി അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞൊരു അവസരത്തിലാണ് നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ അന്ന് ഞങ്ങൾ തീരുമാനിച്ചത്, അന്നേ ബ്ലസ് ചേട്ടൻ പറഞ്ഞിരുന്നു, രാജു ഈ പുസ്തകം ഇതുപോലൊരു സിനിമയാക്കാൻ പറ്റില്ല. അത് ആ പുസ്തകം വായിച്ച് നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഈ ജീവിതത്തിന്റെ ഈ പുസ്തകത്തിന്റെ ഈ കഥയുടെ ഒരു സിനിമാറ്റിക് നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബ്ലസ്സി എന്ന ഫിലിം മേക്കറിന്റെ ഉത്തരവാദിത്വം. അത് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിലുള്ളൊരു നജീബ് ഉണ്ടാവും. നമുക്ക് ആ നജീബിനെ കുറിച്ച് ചിന്തിക്കാം എന്ന് പറഞ്ഞു. ഞാൻ ശ്രീ നജീബിനെ കാണുന്നല്ല, ആദ്യമായി സംസാരിക്കുന്നത് നമ്മുടെ സിനിമയുടെ അവസാനത്തെ ഷോട്ട് എടുത്ത് കഴിഞ്ഞ് ഞാൻ ക്യാമറയുടെ ബാക്കിൽ വന്നിട്ടാണ് അദ്ദേഹവുമായിട്ട് ഞാൻ ആദ്യമായി സംസാരിക്കുന്നത്. ആടുജീവിതത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഷോട്ട് എടുത്ത് അവസാനം ഫിലിം പാക്കപ്പ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് റിയൽ നജീബും ആദ്യമായി സംസാരിക്കുന്നത്. ആ സംസാരം, ആ കോൺവെർസേഷൻ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്, അതുടനെ റിലീസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യങ്ങൾ, ഞാൻ ആ കോൺവെർസേഷനിൽ നിങ്ങൾ കാണാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ പേഴ്സണലി സംസാരിക്കുമല്ലോ. അപ്പൊ അന്ന് നജീബൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ച 1-2 ചോദ്യങ്ങളുണ്ട്. ശരിക്കും ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്തത് അതായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ
എത്ര കാര്യങ്ങൾ അറിയോ, അയ്യോ അത് അങ്ങനെ അങ്ങനെ കറക്റ്റാ എന്നോട് പറഞ്ഞത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ കാര്യമാണ്. അപ്പൊ അത് ഓഫ് കോഴ്സ് ബ്ലെസ്. അപ്പൊ എനിക്കത് എന്റെ ക്രെഡിറ്റ് അല്ല കേട്ടോ. അപ്പൊ അതായത് ബ്ലെസ് ചേട്ടൻ ഇമാജിൻ ചെയ്ത് നജീബ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ സമയത്ത് അനുഭവിച്ച യാതനകളും ആക്ച്വലി അത്രയും സിമിലർ ആയിരുന്നു എന്ന് പറയുന്നത് അത് ഫിൽം മേക്കറിന്റെ ക്രെഡിറ്റ് ആണ്. പക്ഷെ ഇത് ആക്ച്വലി വളരെ കൗതുകമുള്ളൊരു കാര്യമാണ്. എനിക്ക് എപ്പോ വേണമെങ്കിലും കാണാമായിരുന്നു, എപ്പോ വേണമെങ്കിലും സംസാരിക്കാമായിരുന്നു. ഈസിലി ആക്സസബിൾ ആണ് അദ്ദേഹം. ബെനിച്ചേട്ടന്റെ അടുത്ത സുഹൃത്താണ്, ബ്ലെസ് ചേട്ടന്റെ സുഹൃത്താണ്, ഇപ്പൊ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. പക്ഷെ ആദ്യമായി ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് ലാസ്റ്റ് ഷോട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. എനിക്ക് തോന്നുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പുസ്തകത്തിലെ നജീബിന്റെ ഒരു ഫ്രെയിമിൽ നിന്നും സ്ക്രീൻ പ്ലേയിലേക്ക് എത്തുന്ന ഒരു നജീബ് ഒക്കെ അല്ലെങ്കിൽ എഴുതി വെച്ചിരുന്ന ഡയലോഗുകൾ ഒക്കെ ഒരു ലൊക്കേഷനിലേക്ക് എത്തി ഇദ്ദേഹത്തിന്റെ രൂപമാറ്റങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ അറിയാതെ മൂന്നാമത്തെ ഒരു ജനറേഷനിലേക്ക് വരികയാണ്. അതാണ് ഈ സിനിമയ്ക്കുണ്ടായ ഏറ്റവും വലിയ കെമിസ്ട്രി എന്ന് വേണമെങ്കിൽ പറയുന്നത്. അത് അത്ര ഒരു മാജിക്കിലേക്ക് എന്നുവെച്ചാൽ ഇന്ന ഡയലോഗ് ഇയാൾക്ക് പറയാൻ പറ്റത്തില്ല എന്നുള്ളത് ആ വേഷത്തിൽ തന്നെ ആ ക്യാരക്ടറുടെ ഇൻവോൾവ്മെന്റിൽ അറിയാതെ പോകുന്നതാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുപോയിട്ടുള്ള ഇതാണ് ഇതിന്റെ ഒരു മേക്കിങ്ങിൽ ഏറ്റവും വലിയ ആ സ്വഭാവത്തിന് ആ സിറ്റുവേഷൻ അനുസരിച്ചാണ് അത് വളർന്നു വന്നിരിക്കുന്നത്. അല്ലാതെ എഴുതി വെച്ചതല്ല ശരിക്കും ഷൂട്ട് ചെയ്തത്. Hi, prithviraj. Sana here from India Today. Hi. Hi. How are you doing? Prithviraj, tell me, of course, everyone's talking about your looks, but what was your daughter's reaction to seeing the trailer or the look that when she saw it? The trailer? So, I mean, she associates the whole film with my beard. Because I used to be sporting a really long beard for the longest time. And she thought it was very cool. So she keeps associating aadujeevitham with the time that I had the beard. I don't know if there is a film I'd want her to see, and I've made this remark before and people have taken it out of context. When I said that I have not shown my films to my daughter, I've had to field questions where people have asked me, then how do you come out and say that others should go to theaters with family and watch the film? The difference being that when my daughter watches a film of mine, she's only 9. She will keep seeing her father on screen. She will not see an actor, unlike your children who will see Prithviraj the actor. So it's a different contextual scenario where a 9-year-old child will have to go and see her father on screen doing things that she never sees him doing otherwise. So for that reason, I have not shown her any of my films. But this is one film when at some point I will proudly show her. And if at one point my daughter turns around and asks me, were you an actor? What does being an actor mean? I think the first film I'll show her is aadujeevitham. Also, because it's a survival drama, tell me 3 things that you cannot survive without. My daughter, my wife, and cinema. There's also a lot of talks about Badi Miyan Choti Miyan. Anything you want to say, because that also has a very different look and a personality for you. I'll meet you in Bombay and we will speak in detail. Great. Also, I wanted to speak to Jimmy and of course Talib, and of course tell me, how was it to actually work in an Indian film, and did you guys know how big Prithviraj and A.R. Rahman are? Well, it was my first experience with an Indian production, and of course, before I came here, I did a little bit of research as well, as far as who was the director, really, who was the actor, and who else was coming on board. I knew of A.R. Rahman because I live in Los Angeles, so I was in LA when Slumdog Millionaire won, so I know all about that. But I was baffled by the cast and crew when I got to Algeria for the first time. I mean, I landed in the desert and it was just full of people. And I think here, you probably have 3 people for the job of 1 in some of the early production that I know of. So that was a big difference for me. But besides that, I mean, the level of professionalism was up there. Blessy, the director, is such a perfectionist. Everything has to be
just on the dot, and that was very interesting to witness. And he got all the necessary tools and people to get to what he wanted to do, and such a impactful and deep story that I think needed that. And as far as the collaboration with some of the other actors, including Raj here, with whom I probably spent every day doing all kind of things, going through the desert, having to carry him. He killed me because he's not a small dude. and at time I just had to carry him on my back and walk and run. So that was quite painful, but very enjoyable at the end. So looking forward to see the movie on the big screen. Hi, Jimmy Ji. Ibrahim Ghazali's role in the life of Najib has kind of a godly presence. When we look at his entrance to his life and the exit, it has some kind of precious effect. So, how do you see Ibrahim Ghazali in your eyes, and what was the biggest struggle entering into the life of Ibrahim? Well, at first it was understanding the character that I was playing, number one, so which was well understood. And after I met Blessing, it became even clearer. So, I looked at him as a spirit with a human body that is here for the good. So it's like, how do I embody that? How can I portray that kind of character where I'm only here for one specific mission, and make it as clear, as simple, and as truthful as possible. That's what I tried to do. Hopefully I was successful at it, but that's how I saw the character, that's how I read it, and that's how I think I've played it. റഹ്മാൻ സർ, ആടുജീവിതം എന്നുള്ള പുസ്തകം അല്ലെങ്കിൽ വായിച്ചവർക്ക് അറിയാം, ആടുജീവിതത്തിൽ ഒരുപാട് ദൈവത്തിന്റെ കയ്യൊപ്പുകളുള്ള പോലത്തെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഈ സിനിമയിലും ഇവർ 16 വർഷങ്ങൾ അല്ലെങ്കിൽ ബ്ലിസറിന്റെയും പൃഥ്വിരാജിന്റെയും ഒക്കെ 10-ലേറെ വർഷങ്ങൾ പ്രൊജക്ടിന് കൊടുക്കണമെങ്കിലും അത് അത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. എപ്പോഴെങ്കിലും ഈ ആറ് കമ്പോസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സോങ്സിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോഴോ സാറിന് എപ്പോഴും പറയാറുള്ളത് ഒരു ഗോഡ്ലി പ്രസൻസ് ഉണ്ടാവാറുണ്ട്. അത് ആടുജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്? I think this film is such a gift for a composer, because I'm not just filling up with music, I'm becoming a character. That character sometimes is God's point of view, sometimes director's point of view, sometimes the main character's point of view. So it keeps shifting. There is a main theme which we have done, and which I played yesterday. That is the main theme, which is probably God looking at the main character Najib with mercy. And I don't want to say much. I think you should look at the film, but then we don't want to influence you to what you should feel. You should feel what you should feel with the amazing performance of Jimmy and Prithvi and all the cast. Rahman sir, over here sir. Straight from. Sir, first told that after watching Maman, you told him to stop doing such kind of negative characters. So when it's come to aadujeevitham, is there anything you like to tell Raju after watching his performance? Raju didn't do anything. He's all-rounder. I told to Fahad because I've not watched many of Fahad's movie, because I know him as a person, because when he came to meet me, that's when they said, you're such a good person, why are you acting such cruel roles? So it was just a fun remark. And Prithvi, I think, is evolved so much. I've worked on Ravan, and I worked on Kavya Talivan, and all of them are very heavily demanding roles. And in this you should see, I don't want to say much, just watch. രാജേട്ട, അതേപോലെ ഇപ്പം ആക്ടർ പ്രഭാസ് ഇപ്പം സിനിമയുടെ പോസ്റ്റർ ആണെങ്കിലും ട്രെയിലർ ആണെങ്കിലും ഇറങ്ങുമ്പോൾ എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. ഐ ഹോപ്പ് ഹി ഈസ് മോർ എക്സൈറ്റഡ് അബൌട്ട് ദിസ് ഫിലിം. അപ്പോൾ ട്രെയിലർ കണ്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു, എന്താണ് പറഞ്ഞത്? പ്രവാസ് ട്രെയിലർ വളരെ നേരത്തെ കണ്ടിട്ടുണ്ട്.
പ്രഭാസിന് ഭയങ്കര ആകാംക്ഷയോടുകൂടി ഈ സിനിമ ഇറങ്ങുമ്പോൾ കാണണം എന്ന് പറഞ്ഞ് പിന്നെ അഫ്കോഴ്സ് ഞങ്ങളിപ്പോൾ we are quite close in the sense we've done a whole film together. Salar Part 2 is going to start shoot very soon. In fact, very, very soon. So we are in touch and he is a very good friend now. And, when I'm in Hyderabad, I definitely touch base with Prabhas. Not just that, wherever I am, we are in touch. അപ്പോൾ ഈ സിനിമയുടെ കാര്യം പ്രഭാസും ഇൻഫാക്ട് പ്രശാന്ത് നീലൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കുന്നത് ഡെസേർട്ട് ഫിലിം എന്നാണ്. ഇപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ട ട്രെയിലറൊക്കെ പ്രഭാസും പ്രശാന്തും വളരെ നേരത്തെ എന്റെ ഫോണിൽ കണ്ടിട്ടുണ്ട്. Rahman sir, Kaushik from Dinathandi's DD Next Chennai. நேற்றுக்கு வந்து பிருத்விராஜ் சார் கிட்ட பேசின போது சொன்னாரு, இந்த படத்துக்கு நான் ஒவ்வொரு வாட்டியும் பார்க்கும்போது நான் திருப்பி போய் வேற ஏதாவது புதுசா பண்ணோம் அப்படின்னு நினைக்கிறேன் அப்படின்னு சொல்லிட்டு, அந்த அளவுக்கு எனக்கு ஸ்பெஷலா இருக்கு அப்படின்னு சொல்லிட்டு. பட் மியூசிக் வரும்போது இந்த படத்துக்கு மியூசிக்கோட முக்கியத்துவம் என்ன சார்? பிகாஸ் வந்து இட்ஸ் நாட் ஹை ஆன் டயலாக்ஸ், பட் மியூசிக் இஸ் ஒன் ஆஃப் த கேரக்டர்ஸ் இன் தி ஃபிலிம். அதை பத்தி வந்து சொல்லுங்க சார். இந்த படத்தை மியூசிக்கால கெடுக்கலாம். Because music தப்பா போட்டோம்னா I think எழுந்து போயிடும் இந்த மாதிரி. So if somebody is having an emotion on screen, the characters have an emotion, and constantly have to check whether I'm over preempting the emotion or adding too much to what he's doing or countering it. Countering it is what I wanted to try in this one. If somebody is crying, I should not be crying too. There'll be too much. So I should be almost like a hugging, embrace, mother-like character in the music. Sometimes, as I said, it's a more divine character. And actually, I scored this 3 times. I scored it, and they took it for festival, showing it. Then I saw it, I didn't like it. Then I changed many portions. And I also involved with the, initially it was, oh, I know how to do it. And they said, no, I did it all wrong. So I went back to him and said, please take it away, I'm going to do it again. So I think the score, past 3-4 months have evolved so much. And some of the places I had to fight him, said, please don't put that music, I'm going to change that. He said, no, I like the previous one. No, please, trust me. So what we have now is what I think we all kind of like. Is that Rasul? Rasul sir. Rasul sir. Sir, straight. സർ, മലയാള സിനിമയിൽ ഒരുപാട് കാത്തിരുന്ന് ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് ആടുജീവിതം എന്ന് പറഞ്ഞത്. അപ്പം ഒരുപാട് ഒരു സിനിമ കൂടിയാണ്. എനിക്കത് ഏറ്റവും കൂടുതൽ മലയാളം എക്സ്പെക്ട് ചെയ്ത് മലയാളത്തിലേക്ക് ഒരു ഓസ്കാർ പ്രതീക്ഷിക്കുന്ന ഒരു പടമാണ് ആടുജീവിതം. സാറിന്റെ ഒരു എക്സ്പീരിയൻസിൽ എങ്ങനെ ഉണ്ടായിരുന്നു? I don't know how Oscar has become a standard in this things. I would say, see, I'll tell you, Oscar just happened a few hours ago. 15 years ago, when we won the Oscar, in one of this press meet like this, when me and Rahman was there, one of the press asked, "You guys got an Oscar, so what's the big deal about it?" I remember AR saying that next 10 years going to be Indian cinema's golden period. 15 years today, just look back what happened in Indian cinema. Malayalam, Tamil, Marathi, Assamese film, Gujarati films. Every stream of filmmaking in this country has evolved, has gone leap and bound. And today, we're sitting here, we're talking about a regional film which were considered to be very minuscule in the whole gamut of Indian cinema. We are saying that is Oscar-worthy. I'm not saying it, you guys are saying it. So that's how it has evolved. That is how we have come so far in the last 15 years. I think that is tremendous. The youngsters who came in and changed the entire game in the last 10 years of Malayalam cinema and other regional cinemas. That's the most beautiful thing. And I think aadujeevitham is in the pinnacle of that. Sorry to cut in. I think the respect which each industry is giving and getting. People in Pakistan are talking about Malayalam movies. And when did we see the South Indian heroes transcending to North India? It was never allowed. It's so easy now, and it's because of the talent and what they're doing. So it was always there. If you look at the history of Indian cinema,
Like Anil Kapoor, Jitendra, all these people started from the South. And South Indian films are very big in the 60s and 70s. And if you look at the biggest musical that has come in Indian cinema, it was always from the South. I mean, native South Indian actors. Yeah, true. So, I mean, Shivaji Ganesh was big, MGR was big, they all were there. But now looking at South Indian cinema and trying, okay, what are we doing wrong? The Hindi cinema is thinking there's something wrong about us. And I feel what is wrong about Hindi cinema today is that they started making packages. Last 10 years, that's what they did. The middle class Indian is no more a subject of discussion in Hindi cinema in the last 10 years. Probably last Gajini is a film where we saw a middle class girl, So you've taken a fair share of people from your storytelling. They are obviously going to go against you. And if you look at regional cinema, regional literature, it is rooted, regional cinema's writing is rooted in regional literature. So where the literature is strong, you have strong subjects and you have strong cinema. That's what I think is lacking in Hindi cinema right now. Time to look back. And writing is very strong in the cinema, and a lot of literature influence is making, a film. Like one element of a film become a point of a journey. Manjumal Boys, for example. You take one element 30 years ago, you see one song, and that is become a filmic idea. So those are the things that are happening. People are like flourishing. So it's so beautiful to be part of that movement, I would say. Hi, sir. Hi, sir. Namaste. Anil here. Here it is. Anil from Karnataka. Sir, being a star, being a hero, you dedicated 6 years for aadujeevitham. What made you to dedicate your 6 years for this film? Losing a weight and gaining a weight. Being a star, you'll be busy with other films also. Even though you managed with your date for aadujeevitham, what made you to dedicate yourself for this? What made me dedicate 6 years is the pandemic. Even losing a weight and gaining that. The pandemic, actually. Okay. All that was never meant to be 6 years. We were supposed to finish shooting in 2 years, which was a reasonable time frame for a film like this. I mean, you will need at least 2 years to do a film like this with an actor going through such a big transformation. And that plan was very set, and we were all very comfortable with it. But then the pandemic happened, and then we had to sort of change locations in the last minute. So we started in Kerala, then we went to Jordan, then we had to come back, then we restarted in Algeria, then came back to Jordan, then came back to Kerala. So all this put together just went on for a while. But having said that, now when I see the film, it's all worth it. I have absolutely no regrets. It's all worth it. What is my 6 years? There's a person sitting next to me who's given 16 years. So, what am I complaining about? You released in Malayalam, Salar, you released in Malayalam, and now Hombale releasing your film in Karnataka. How happy to associate with that? Yeah, I'm overjoyed. It's just that I think people tend to ask me this question very particularly because I've released a few Kannada films in Kerala, starting with KGF 2, then 777 Charlie. I also did Saptasagara and all that. But I just think I am part of a much larger movement where industries are now working more closely with each other, and this is a dynamic relationship that I think should and will progress. And that is not just with Prithviraj Productions or me and Hombale. I think all over people are now thinking now. For example, aadujeevitham is being released by Hombale in Karnataka, Red Giant in Tamil Nadu, Anil Tadhani in the north, Maitri in Andhra and Telangana. So these are all my friends. I have had, so with Anil Tadhani, with Maitri, with Hombale, all these people are people with who I have had discussions about how we should all be working together. And they have been saying the same thing to me for the past 5-6 years. I remember from about 2017-18, we've had these discussions, and now it's all coming into fruition. And it's a wonderful way to be doing cinema. It's a wonderful way for industries to be hand-holding each other and making sure that our content travels all over the country. And I think that is the way forward, not just for big-ticket films like aadujeevitham, for all content. I think if we decide to work together, and if we decide that
we all are going to make great content and we all are going to work for each other to make sure that the content travels. I think it's wonderful days ahead for Indian cinema in general. Hi, sir. Rick, sir. Hi. Hi, here. So we all know that you're an Arabic actor. So what was an exciting factor that you found in Malayalam film industry and other than the languages? Wow, that's a very good question. Thank you. But right on point. I think I've said this before. I don't know if you're familiar with the history of cinema, but the Lumiere brothers have first invented the camera, and then the first 3 countries to purchase the camera were the Moroccans and the Egyptians and the Indians. So from the get-go, Indian cinema has more than 50, probably more than 60 years ahead of humanity. So in answer to your question, I think I went back to school again. It was so amazing to see very talented people who were very dedicated and very passionate, and I can't put it like lightly when I say very passionate. If there's one thing in this room, like let's say we're shooting right now, and maybe the lighting is not proper, then they'll change it. No, they won't just change it. They'll change the whole setting, even the outside environment. Whenever there's a need, there's always a way. I think that was probably the biggest lesson I learned about Malayalam cinema. I remember also a few years back that our lead actor, Prithviraj, his mother was caught in the flood or something, and we had to stop shooting